ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഷേപ്സ് ഇൻ ദ കിച്ചൺ. അപ്പോൾ നമ്മൾ ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സും, അതായത് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും അതേപോടൊപ്പം യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും അതോടൊപ്പം നമ്മുടെ ചാപ്റ്റേഴ്സും യൂണിറ്റ് ടെസ്റ്റും വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ഷേപ്സ് ഇൻ ദ കിച്ചൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് അല്ലേ, ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്നുള്ളത്. എന്താ കാണുന്നത്? അതെ, കിച്ചൺ ആണ്. കിച്ചൺ എന്ന് വെച്ചാൽ അടുക്കളയിൽ അമ്മയും 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ നമ്മുടെ അടുത്ത പേജിൽ പറയണതെന്ന്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഷേപ്സിനെ കുറിച്ചാണ്. ഷേപ്സ് എന്ന് വെച്ചാൽ എന്താ? രൂപങ്ങൾ. വട്ടമുണ്ട്, നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് ഈ ഷേപ്പൊക്കെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ ബോക്സ് ഏത് ഷേപ്പാണ്? മിക്കവാറും എന്തായിരിക്കും അത്? ഒരു കട്ട പോലെ, അതായത് ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഷേപ്പ് ആയിരിക്കും അല്ലേ. അത് നമ്മൾ പറയുന്നതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഷേപ്പ്, ഇതാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ എന്താ പറയണത്? What all things do you see in the kitchen? Are all of them of the same shape? അതായത് ചിത്രത്തിൽ ഈ കിച്ചണിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്, എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, എല്ലാം തന്നെ സെയിം ഷേപ്പ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാം ഒരേ ഷേപ്പാണോ നോക്കുക, ചിത്രം നോക്കുക. ഈ ചിത്രം നോക്കിയിട്ടാണ് അവർ മാർക്ക് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ പറയണത്? ഈ രൂപം, അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഈ രൂപമില്ലേ, ഈ രൂപത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യുക? മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ, ഇതുപോലെ ഒരു ഡോട്ട് കൊടുക്കുക. അടുത്തത് ഈ ഗ്രീൻ കളർ കാണുന്ന ഈ ഷേപ്പിലുള്ളതൊക്കെ എന്ത് ചെയ്യുക? മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ടിക്ക് കൊടുക്കുക. അടുത്തത് മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ, ഇതുപോലെ ക്രോസ് മാർക്ക് കൊടുക്കുക. അപ്പൊ ഇനി എന്ത് ഷേപ്പിന് പറഞ്ഞ പേരെന്താ നമുക്ക് നോക്കാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇതുപോലൊരു ഷേപ്പിന് നമ്മൾ റെക്റ്റാങ്കിള്, സർക്കിള്, വട്ടത്തിന് നമ്മൾ സർക്കിൾ എന്നാണ് പറയുക. അതുപോലെ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിനെ കുറിച്ച്, ട്രയാങ്കിൾ ഷേപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഷേപ്സിൻ്റെ ഒക്കെ 3D രൂപമാണ്. അതായത് വാട്ട് അതർ ഷേപ്സ് ആർ ദർ, ഈ ഷേപ്സിന്റെ പേരെന്താ നോക്കൂ. ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീപ്പെട്ടിന്റെ രൂപം ക്യൂബോയിഡ് ആണ്. അതോടൊപ്പം നമ്മുടെ ബോക്സ് ക്യൂബോയിഡ് ആണ്. അടുത്തത് ഈ ഷേപ്പിനെ പറയുന്നതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് തെറ്റുകൂടാണ് പഠിക്കുക. ഇത് ക്യൂബോയിഡ്, ഇത് സിലിണ്ടർ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഷേപ്പ്? ഈ 2 ഷേപ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം അല്ലേ. ക്യൂബോയിഡിന് എന്താ? ക്യൂബോയിഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിന്റെ ഒരു 3D രൂപമാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്ര സൈഡ്സ് ഉണ്ട് നോക്കൂ, അത് നമ്മൾ എണ്ണി നോക്കണം കേട്ടോ. ക്യൂബോയിഡ് എണ്ണി നോക്കുക, സൈഡിൽ വ്യത്യാസം ഉണ്ടാവും. സിലിണ്ടറിന് എന്തില്ല? സൈഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്നാണ് നോക്കിയിട്ട് പറയാൻ പറയണത്. അപ്പോൾ അടുത്ത് നോക്കൂ, എന്ത് സംഭവിച്ചൊരു ക്യാറ്റ് വന്നിട്ട് കിച്ചണിലെ പാത്രങ്ങളൊക്കെ തട്ടിവിട്ടു അല്ലേ. അപ്പോൾ ഇവരെന്താ പറയണത്? ഈ ബോയ് എന്താ പറയണത്? സീ എ മൗസ്. അതാ മൗസ് കാണുന്നില്ലേ ചിത്രത്തില്. അപ്പൊ എന്താ ഈ ഗേൾ പറയണത് നോക്കൂ. ഓ നോ, ദ പ്ലേറ്റ്സ്, ദ കപ്സ് എല്ലാം വീണു പൊട്ടി ഇല്ലേ. കപ്പും പ്ലേറ്റ് ഒക്കെ വീണു പൊട്ടി. ദ ക്യാറ്റ് റൺ ഔട്ട് നോക്കിംഗ് ഓവർ എവറിത്തിങ്. നമിത് ഫോളോഡ് ദ ക്യാറ്റ്. ഈ ബോയിന്റെ പേരാണ് നമിത്. അപ്പൊ ക്യാറ്റിന് പിന്നാലെ നമിത് ഓടി. മൗസ് ആൻഡ് ക്യാറ്റ്. അങ്ങനെ നോക്കൂ, മൗസിനെ പിടിക്കാൻ വേണ്ടി ക്യാറ്റ് ഓടുകയാണ് അല്ലേ. അപ്പോൾ 3 ഷേപ്പിന്റെ ഉള്ളിൽ കൂടിയും എന്ത് പോകുന്നുണ്ട്? മൗസും ക്യാറ്റും പോകുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, അതായത് ഏത് ഷേപ്പിന്റെ ഉള്ളിൽ കൂടിയാണ്? വിൽ ദ ക്യാറ്റ് ക്യാച്ച് ദ മൗസ്. മൗസിനെ അതായത് ഈ മൗസിനെ ക്യാറ്റിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമോ? നമിത്, നിഹാല ആൻഡ് their friends crept through the holes like the cat did. അപ്പോൾ ക്യാറ്റ് ഇതിനുള്ളിൽ കൂടെ പോയ പോലെ നമിത്തും നിഹാരിയും, ആ ഗേളിന്റെ പേരാണ് നിഹാരിയും അവരുടെ ഫ്രണ്ട്സും ക്രെപ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എഴഞ്ഞ് ഇതിനുള്ളിൽ കൂടെ പോയി. ഓക്കെ, വിച്ച് ഷേപ്പ് ഈസ് ഈസി ടു ക്രീപ് ത്രൂ? ഇപ്പൊ ഇതിൽ ഏതിലൂടെ എഴയാനായിരിക്കും, അതായത് ഏതിനുള്ളിൽ കൂടെ പോകാനായിരിക്കും ഈസിയർ ആയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഏതിനുള്ളിൽ കൂടെ പോകാനാണ്? ത്രൂ സിലിണ്ടർ ഷേപ്പ്. സിലിണ്ടർ ഷേപ്പിനുള്ളിൽ കൂടെ പോകാനായിരിക്കും സിമ്പിൾ ആയിട്ടുണ്ടാവുക അല്ലേ. അതായത് എഴഞ്ഞു പോകാൻ എളുപ്പം ഏതായിരിക്കും? സിലിണ്ടർ ഷേപ്പ് ആയിരിക്കും.
അടുത്തത് ലെറ്റ്സ് അറേഞ്ച് ദ ഡിഷസ്. പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. സി ഹൗ നിഹാര ആൻഡ് നമിത് അറേഞ്ച് ദ ഡിഷസ്. എങ്ങനെയാണ് നിഹാരിയും നമിത്തും പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. ഇൻ യുവർ കിച്ചൺ ഓൾസോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഷസ് അറേഞ്ച് ദം ലൈക്ക് ദിസ് ദോസ് ഓഫ് ദ സെയിം ഷേപ്പ് ടുഗദർ. അപ്പോൾ എന്താണ്, ഓരോ ഷേപ്പിലുള്ള പാത്രങ്ങൾ, അതായത് ഒരേ ഷേപ്പിലുള്ള പാത്രങ്ങളെല്ലാം ഒപ്പം വെച്ചിട്ടാണ് അവർ അറേഞ്ച് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇതേപോലെ നിങ്ങളുടെ കിച്ചണിലും ഒരേ ഷേപ്പിലുള്ള പാത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് സീ ദ തിങ്സ് ഇൻ വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചു, ഒരേ ഷേപ്പിലുള്ളതെല്ലാം ഒപ്പം വെച്ചിട്ടുണ്ട്. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ് പുട്ട് ടിക്ക് മാർക്ക്. ഇതിൽ ഏത് ഷേപ്പാണ്, അതായത് റെക്റ്റാങ്കിൾ ആണോ ട്രയാങ്കിൾ ആണോ സർക്കിൾ ആണോ കൂടുതൽ, അത് എണ്ണി നോക്കിയിട്ട് എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഏത് തന്നെയാണ്, സർക്കിൾ തന്നെയാണ് കൂടുതൽ അല്ലേ. അപ്പോൾ ടിക്ക് ഇടുക. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദ ഷേപ്പ്, അതായത് ഇവിടെ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എണ്ണി നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതാനാണ് പറയുന്നത്. എത്ര ഉണ്ട്, 1 2 3. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. അടുത്തത് നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. ഏത് ഷേപ്പായത്, ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾ ഉണ്ട്, 1 2 3 4 ട്രയാങ്കിൾ. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അതായത് സർക്കിൾ. എത്ര സർക്കിൾ ആണുള്ളതെന്നാണ് കൗണ്ട് ചെയ്യാൻ പറയുന്നത്. എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 അല്ലേ. 8 ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ അല്ല 8 സർക്കിൾ ഉണ്ട്. അപ്പോൾ 8 എന്ന് എഴുതുക. ആൻഡ് എന്ത് ചെയ്യാനാണ് പറയണത്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു അതുപോലെ ട്രയാങ്കിൾ ഉണ്ട്. ആർ ദർ എനി വിത്ത് ബോത്ത് ദീസ് ഷേപ്സ് ടുഗദർ. ഇത് രണ്ടും കൂടിയുള്ള ഏതെങ്കിലും രൂപം ഉണ്ടോ ഇവിടെ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ ഏതെങ്കിലും രണ്ടും, അതായത് റെക്റ്റാങ്കിളും ട്രയാങ്കിളും കൂടിയുള്ള ഏതെങ്കിലും ഉണ്ടോ ഇവിടെ, ഇല്ല അല്ലേ. ഡ്രോ എ പിക്ചർ ജോയിനിങ് 2 ഷേപ്സ്. ഈ 2 ഷേപ്സും ജോയിൻ ചെയ്ത് ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക, അതായത് ട്രയാങ്കിളും റെക്റ്റാങ്കിളും കൂടെ ചേർത്ത് വെച്ചിട്ട്. അടുത്തത് at the bakery after playing they went to their father's bakery see how the things are arranged. അതായത് എന്ത് ചെയ്തു, കളിച്ചിട്ട് അവർ അവസാനം ഫാദറിന്റെ ബേക്കറിയിൽ പോയിരിക്കുകയാണ്. ബേക്കറിയിലെ ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്, അതായത് ക്യൂബോയിഡ് ഷേപ്പിലുള്ളത് എത്രണ്ണം ഉണ്ടെന്നാണ് എണ്ണി നോക്കിയിട്ട് എഴുതുക. ക്യൂബോയിഡ് ഷേപ്പിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ ക്യൂബോയിഡ് ഷേപ്പിലുള്ളത് എന്ത് ചെയ്യുക, അറേഞ്ച് എണ്ണി നോക്കിയ ശേഷം എഴുതുക. എത്രണ്ണം ഉണ്ട്, 8 എണ്ണം ആണോ, അതായത് ക്യൂബോയിഡ് ആണ് കേട്ടോ, ക്യൂബോയിഡ് ഷേപ്പാണ്. 1 2 3 4 5 6 7 8. ഇവിടെ 8 ഉണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു കേക്ക്സ് വെച്ചിട്ടുണ്ട് അല്ലേ. കേക്ക്സും എന്താണ്, ക്യൂബോയിഡ് തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എണ്ണാം. 8 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എത്ര ഉണ്ട് ഇവിടെ, നമ്മൾ ഈ 8ന്റെ കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. 8ന്റെ കൂടെ എന്ത് പ്ലസ് ചെയ്യണം, 12 പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 8 എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്ലസ് 12. എത്രയാണ് 12ഉം 8ഉം കൂടെ പ്ലസ് ചെയ്ത് ആൻസർ വരിക, വേഗം ഒന്ന് കൗണ്ട് ചെയ്യൂ, ആൻസർ പറയൂ. അതായത് എന്ത് ചെയ്യുക, എളുപ്പമുണ്ടെങ്കിൽ നമുക്കൊരു 8 ഫിംഗേഴ്സ് 8 വിരൽ കയ്യിലെടുക്കുക. അതിനുശേഷം 12 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക. 13 14 15 16 17 18 19 20. എത്ര കിട്ടും ആൻസർ, 20. എത്രയാണ് ആൻസർ, 20. ഇവിടെ എത്ര ക്യൂബോർഡ് ഉണ്ട്, 20. അടുത്തത് ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്, അതായത് സിലിണ്ടർ ഷേപ്പ്. ഏതാ സിലിണ്ടർ, ഇത് അല്ലേ. 1 2 3 4 5 6 7 8 9 ഷേപ്സ്. അടുത്തത് സീ ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിംഗ്. കൊഴുക്കട്ടയാണ് കേട്ടോ, കൊഴുക്കട്ട വെച്ചിട്ടുണ്ട്. ഡംപ്ലിങ്സ് വെച്ചാൽ കൊഴുക്കട്ട. ഇവിടെ കൊഴുക്കട്ട വെച്ചിട്ടുണ്ട്. ഡ്രോ 5 more ഇൻ ദിസ് പിക്ചർ. അത് എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 ഉണ്ട് ഇല്ലേ. അതിൻ്റെ കൂടെ ഒരു 5 എണ്ണം കൂടെ വരച്ച് ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ച് ചേർക്കുക. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ, ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം ഓൾറെഡി 10 ഉണ്ടായിരുന്നു, 5 എണ്ണം കൂടെ വരച്ചു. 10 + 5 എത്രയാ, 15. എത്രയാണ്, 15 അല്ലേ, 15. അടുത്തത് ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്. ഷെൽഫിൽ എത്ര എണ്ണം ഉണ്ട്, ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര എണ്ണം ഉണ്ട്, 12 അല്ലേ, 12 ഉണ്ട്. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിംഗ്. അതായത് കേക്ക് ഇപ്പോൾ എത്ര ഉണ്ട്, 12 ഉണ്ട്. ഡംപ്ലിംഗ് എത്രയുണ്ട്, ഡംപ്ലിങ്സ് 15 ഉണ്ട്. അപ്പോൾ കേക്കിന്റെ എണ്ണം ഡംപ്ലിങ്ങിനോട് തുല്യമാവണമെങ്കിൽ, ഈക്വൽ ആവണമെങ്കിൽ എത്ര കേക്ക് കൂടെ വെക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്, 15ൽ നിന്നും 12 മൈനസ് ചെയ്യുക. 15 12 മൈനസ് ചെയ്യൂ. ആൻസർ എത്രയാ, 5 2 മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക, 3. എത്ര കിട്ടും, 3 ആൻസർ കിട്ടും. 1 1 മൈനസ് ചെയ്താൽ 0. സോ ആൻസർ എന്താ, ആൻസർ എന്ത് വരും, എത്ര കേക്ക് കൂടെ നമ്മൾ വെച്ചാലാണ് ഡംപ്ലിങ്ങിനോട് ഈക്വൽ ആവുക, 3. അപ്പോൾ ആൻസർ 3.
നെക്സ്റ്റ് see the pictures of Namit and Nihara had drawn using different shapes. ഇപ്പം നിഹാരിയും നമിത്തും കൂടെ സർക്കിളും ട്രയാങ്കിളും റെക്റ്റാങ്കിളും ഒക്കെ വെച്ച് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പറയുന്നത്? കളർ കൊടുക്കാനാണ് പറയുന്നത്. കളർ കൊടുക്കുക, give the same color to similar shapes and make them എന്ത് ചെയ്യുക? ബ്യൂട്ടിഫുൾ ആക്കുക അല്ലേ? അതായത് ഒരേ ഷേപ്പിനെല്ലാം ഒരേ നിറം കൊടുക്കുക. അപ്പോൾ സർക്കിളിനെല്ലാം ഒരേ നിറം കൊടുക്കുക, ട്രയാങ്കിളിനെല്ലാം ഒരു നിറം കൊടുക്കുക, റെക്റ്റാങ്കിളിനെല്ലാം ഒരു നിറം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് shapes by joining dots. How many dots are joined to make each shape? Write the number. ഇവിടെ നോക്കൂ, ഇത് ഏത് ഷേപ്പാ? റെക്റ്റാങ്കിൾ. ഇതേതാ? ട്രയാങ്കിൾ. ഇതേതാ? സർക്കിൾ. അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ എത്ര ഡോട്ട്സ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോഴാണ്, എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്തപ്പോഴാണ് റെക്റ്റാങ്കിൾ വരച്ചത്? എണ്ണി നോക്കുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10. 10 ഡോട്ട്സ്. അടുത്തത് നമ്മൾ ട്രയാങ്കിൾ എണ്ണി നോക്കൂ. 1 2 3 4. സർക്കിൾ 1 2 3 4. അടുത്ത ഇതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയ റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും ആണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു ഡ്രോ ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 12. 12 ഡോട്ട്സ് ജോയിൻ ചെയ്തു. അതേപോലെ ട്രയാങ്കിൾ വരയ്ക്കാൻ എത്ര എണ്ണം ജോയിൻ ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 12. 12 ഡോട്ട്സ് ജോയിൻ ചെയ്തു. സർക്കിൾ വരയ്ക്കാൻ എത്ര എണ്ണം ജോയിൻ ചെയ്തു? 1 2 3 4 5 6 7 8 എണ്ണം ജോയിൻ ചെയ്തു. ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്പിന് ഉള്ളിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. റെക്റ്റാങ്കിൾ ഉള്ളിൽ എത്ര ഉണ്ട്? 1 2 3 4. ട്രയാങ്കിൾ ഉള്ളിൽ 1 2 3 4. സർക്കിളിനുള്ളിൽ എത്ര ഉണ്ട്? 1 2 3 4. എല്ലാം ഈക്വൽ ആണ് അല്ലേ? എല്ലാത്തിനുള്ളിലും 4 ഡോട്ട്സ് വീതമാണ് ഉള്ളത്. നെക്സ്റ്റ് ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. നമുക്കത് നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? വരയ്ക്കാനാണ് പറയുന്നത്. ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദിസ് ഷേപ്പ്. ഡ്രോ ദിസ് ഇൻ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കുറച്ച് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വരയ്ക്കുക. 12 ഡോട്ട്സ് 12 ഡോട്ട്സ് വെച്ച് ചേർത്തിട്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്? നിങ്ങളുടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറയുന്നത്. അത് തന്നെ ഡിഫറെൻറ്റ് വേയിൽ വരയ്ക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. അടുത്തത് ടു ഡ്രോ ദിസ് വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട് ദാറ്റ് ഷുഡ് ബി ജോയിൻ. അതായത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ മിനിമം എത്ര നമ്പർ വേണം? മിനിമം എത്ര നമ്പറാണ് വേണ്ടത്? ഏറ്റവും മിനിമം എത്ര? നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം ഇവിടെ ജോയിൻ ചെയ്ത്, ഇവിടെ ജോയിൻ ചെയ്ത്, ഇവിടെ ജോയിൻ ചെയ്ത്, ഇവിടെ ജോയിൻ ചെയ്ത്, മിനിമം എത്ര എണ്ണം വേണ്ടി വന്നു? 4 എണ്ണം അല്ലേ? അടുത്തത് ഡ്രോ ദിസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. അതായത് 6 ഡോട്ട്സ് ഇതുപോലൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ 6 ഡോട്ട്സ് വരണം. 1 2 3 4 5 6 ഇതുപോലെ. അടുത്തത് ട്രയാങ്കിൾ ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ? ഇതുപോലുള്ളൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. എത്ര ഡോട്ട്സ് വേണ്ടി വരും? 6 അല്ലേ? 6 വേണ്ടി വരും. അതായത് മിനിമം ആണെങ്കിലോ? മിനിമം 6 വേണ്ടി വരുമോ? ഇല്ല. നമുക്ക് വരച്ച് നോക്കാം. അതെ, മിനിമം 1 ഇതും ജോയിൻ ചെയ്യുക. 3 ആയി. ഇങ്ങനെ ജോയിൻ ചെയ്ത് എത്ര വേണ്ടി വന്നു? മിനിമം എത്ര? മിനിമം ആണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ് ആൻസർ? 4 ആണ് അല്ലേ? കാരണം 4 എണ്ണം മതി മിനിമം ആണെങ്കിൽ. അടുത്തത് വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട് നീഡഡ് ടു ഡ്രോ? അവിടെ വേറെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 6 തന്നെ ആയിരിക്കും. മിനിമം ചോദിച്ചിട്ടുണ്ട്. മിനിമം എത്രയാ? 4. വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? ഈ ഷേപ്പ് വരയ്ക്കാൻ, അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഷേപ്പ് വരയ്ക്കാൻ എത്ര ഡോട്ട്സ് വേണം? നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ നോക്കൂ, ഇങ്ങനെ വരയ്ക്കുക. ദെൻ മേലോട്ട് ഒരു വര വരച്ചു. എത്ര ഡോട്ടായി? 3 ഡോട്ട്. ദെൻ ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ മൊത്തം 3 ഡോട്ട്സ് വേണം മിനിമം അല്ലേ? വാട്ട് അബൌട്ട് ഈ ഷേപ്പ് വരയ്ക്കാൻ 3 ഡോട്ട്സ് വേണം. See the figures Namit made using these shapes. റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും വെച്ച് വരച്ച നമിത്ത് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്തിൻ ദാറ്റ് ഷേപ്പ് ബിലോ ദ പിക്ചർ. അപ്പോൾ ഈ ഓരോ ചിത്രത്തിന്റെ അടിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പിന്റെ എന്ത് ചെയ്യുക? അതിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്യണം? അത് എത്ര നമ്പർ ആണെന്നുള്ളത് എഴുതുക. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾ ആണ്? 1. അപ്പോൾ ഇവിടെ 1 എഴുതുക. അടുത്തത് ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5. ഇവിടെ നമ്മൾ കണ്ടു എഴുതിയിരിക്കുന്നത്. അടുത്ത സർക്കിളാ 1. അടുത്ത ചിത്രത്തിൽ നോക്കുക, എത്ര റെക്റ്റാങ്കിൾ ആണ്? 1 2 3 അല്ലേ? ബേർഡിന്റെ ടെയിൽ നോക്കൂ, 3 ഉണ്ട്. അടുത്തത് എത്ര എന്താണ്? ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എത്ര ഉണ്ട്? 1 2 3. ഇവിടെ നോക്കൂ, ഈ ബേർഡിന്റെ പീക്ക് എങ്ങനെയാ? കൊക്ക് എങ്ങനെയാ? ഒരു ട്രയാങ്കിൾ പോലെ തന്നെ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? 4 എന്നാക്കാം. കാരണം എന്താ? അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് 4 അല്ലേ? അടുത്തത് സർക്കിൾ. എത്ര സർക്കിളാ? 1 2. എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? 2 ഉണ്ട്.
അടുത്ത പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾ ആണ്? 1 ആണോ? അതെ, എത്ര റെക്റ്റാങ്കിൾ ആണ്? 1 ആണ് അല്ലേ? 1 ഇവിടെ 1 ആക്കുക. അടുത്ത എത്ര ട്രയാങ്കിൾ ആണ്? 1 2 എത്രയാണോ? 2. എത്ര സർക്കിൾ ആണ്? 1 2 3 സർക്കിൾ. നെക്സ്റ്റ് പിക്ചറിൽ റെക്റ്റാങ്കിൾ ഇല്ല, ട്രയാങ്കിളും സർക്കിളും മാത്രമേ ഉള്ളൂ. ട്രയാങ്കിൾ എത്ര? 1 2 3 4. എത്ര സർക്കിൾ ആണ്? 1. നെക്സ്റ്റ് ട്രയാങ്കിളും റെക്റ്റാങ്കിളും മാത്രമേ ഉള്ളൂ. ട്രയാങ്കിളും റെക്റ്റാങ്കിളും മാത്രമേ ഉള്ളൂ, സർക്കിൾ ഇല്ല. എത്ര റെക്റ്റാങ്കിളാ? 1. എത്ര ട്രയാങ്കിളാ? 1 2 3 4. അടുത്തതിൽ ആരില്ല? സർക്കിൾ ഇല്ല അല്ലേ? ട്രയാങ്കിളും റെക്റ്റാങ്കിളും മാത്രമേ ഉള്ളൂ. എത്ര ട്രയാങ്കിൾ ആണ്? 1 2 3 4. എത്ര റെക്റ്റാങ്കിളാ? 1. ഡ്രോ എ പിക്ചർ യൂസിങ് ദീസ് ഷേപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യുക? ഈ 3 ഷേപ്പും വരുന്ന രീതിയിൽ ഒരു ചിത്രം വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കാണുന്ന കോളത്തിനകത്ത് വരയ്ക്കുക. അടുത്തത് സി ഹൗ നമിത് ഈസ് എക്സസൈസ്. നമിത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് നോക്കൂ. ഡ്രോ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. അതായത് മാച്ച് സ്റ്റിക്ക് എന്ന് വെച്ചാൽ എന്താ? തീപ്പെട്ടിക്കൊള്ളി അല്ലേ? അപ്പൊ തീപ്പെട്ടിക്കൊള്ളി ഫിഗേഴ്സ് ആണ് വരയ്ക്കാൻ പറയുന്നത്. ചിത്രത്തിൽ കാണുമ്പോൾ കണ്ടോ, തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് വരച്ച പോലെ ഇല്ലേ? അപ്പൊ ഇതുപോലെയാണ് വരയ്ക്കാൻ പറയുന്നത്. നമ്മൾ ഇതുപോലെയുള്ള ചിത്രം എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കുക. അടുത്ത റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺ ടു മേക്ക് ഡിഫറെന്റ് ഫിഗേഴ്സ്. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കുന്ന വർക്കാണ് പറയുന്നത്. അതിന് നമ്മൾ പല കളറിലുള്ള പേപ്പർ റിബൺ എടുക്കുക. പേപ്പർ റിബൺ വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ പേസ്റ്റ് ചെയ്യാനാണ്, ഒട്ടിക്കാനാണ് പറയുന്നത്. അടുത്തത് ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് പറയും? ഇതുപോലെയുള്ള അടുത്ത വരുന്ന പിക്ചേഴ്സ് ഡ്രോ ചെയ്യാൻ പറയും. പാറ്റേൺ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 2 എണ്ണം ഉണ്ട്. അത് വെച്ചിരിക്കുന്ന രീതി നോക്കണം. അടുത്തത് 3 എണ്ണമായി. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? തീർച്ചയായിട്ടും 4 എണ്ണം. അടുത്തത് നെക്സ്റ്റ് ഇതേപോലെ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിനുള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഉള്ളിൽ ട്രയാങ്കിളും സർക്കിളും ഉണ്ട്. അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, അപ്പോൾ അടുത്ത ഫിഗറിൽ എവിടെ വരും? ഇവിടെയാണ് ട്രയാങ്കിൾ വരിക. സർക്കിൾ എവിടെ വരും? ഇവിടെ വരും. നെക്സ്റ്റ് അതേപോലെ ഏതൊക്കെയാണ് ഉള്ളത്? സർക്കിള്, ട്രയാങ്കിള്, സർക്കിള്, റെക്റ്റാങ്കിള്. ഇവിടെ നോക്കൂ, ഇവിടെ ഷേപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാറി മാറി വരുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് അപ്പോൾ അടുത്ത ലാസ്റ്റ് പിക്ചർ എന്ത് വരും? ട്രയാങ്കിള്, സർക്കിള്, റെക്റ്റാങ്കിള്, അതേപോലെ വീണ്ടും സർക്കിൾ. പക്ഷെ എന്താണ്? 2 സർക്കിളും വ്യത്യാസമുണ്ട്. ഒന്ന് കളർ ഫില്ല് ചെയ്തിട്ടും ഒന്ന് കളർ ഫില്ല് ചെയ്യാണ്ടുമാണ്. അടുത്തത് റെക്റ്റാങ്കിളും ട്രയാങ്കിളും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പേജിൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചെറിയൊരു പോം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയൊരു പാട്ടാണ്. നമുക്കത് വായിച്ചു നോക്കാം. ദെൻ ഐസ്ക്രീം ഒളിക്കുക അല്ലേ? ഐസ്ക്രീം ഹിഡ് ചെയ്യാ ഒളിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. One day daddy made for us a bowl of ice cream, sweet and white. He left the kitchen just for a while and ice cream thought, now's my time. Slowly, softly down it slid, jumped in a box to hide, saw a cup and climbed inside, then found a bowl and took a dive. No matter where it chose to stay, it changed its shape in every way. Oh, what a tricky little treat, always melting, quick and neat. അല്ലേ? ഐസ്ക്രീം എങ്ങനെയാ? മെൽറ്റ് ചെയ്ത് പോകും അല്ലേ? മെൽറ്റ് ചെയ്യാൻ പറ്റും. എന്താ? ഉരുകി പോയില്ലേ? ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക? വൺ ഡേ ഡാഡി മേഡ് ഫോർ ആസ് എ ബൗൾ ഓഫ് ഐസ്ക്രീം, സ്വീറ്റ് ആൻഡ് വൈറ്റ്. ഒരു ദിവസം അച്ഛൻ ഞങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തന്നു. എങ്ങനത്തെ ഐസ്ക്രീമാണ്? ബൗൾ ഓഫ് ഐസ്ക്രീം ഉണ്ടാക്കി തന്നു. സ്വീറ്റ് ആയിട്ട് മധുരമുള്ളതും വൈറ്റ് നിറത്തിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കി. ഹി ലെഫ്റ്റ് ദ കിച്ചൺ ജസ്റ്റ് ഫോർ എ വൈൽ. കുറച്ച് നേരത്തേക്ക് അച്ഛൻ കിച്ചണിൽ അങ്ങോട്ട് മാറി നിന്നപ്പോഴേക്കും ആൻഡ് ഐസ്ക്രീം തോട്ട് നൗ ഇറ്റ്സ് മൈ ടൈം. ഐസ്ക്രീം ചിന്തിക്കുകയാണ്, ഇനി എൻ്റെ സമയമാണ്. സ്ലോലി സോഫ്റ്റ്ലി ഡൗൺ ഇറ്റ് സ്ലിഡ്. പതുക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഇറങ്ങുകയാണ് അല്ലേ? ഐസ്ക്രീം അവിടെ നിന്ന് ഇറങ്ങി. ജംപ്ഡ് ഇൻ എ ബോക്സ് ടു ഹൈഡ്. ഒളിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക്? ബോക്സിലേക്ക് ഒളിക്കാൻ വേണ്ടി ബോക്സിലേക്ക് ജമ്പ് ചെയ്ത് ചാടി. സോ എ കപ്പ് ആൻഡ് ക്ലൈംബ്ഡ് ഇൻസൈഡ്. അപ്പോഴാണ് എന്ത് കണ്ടത്? ഒരു കപ്പ് കണ്ടത്. അതിൽ കപ്പിൻ്റെ മേലേക്ക് എന്ത് ചെയ്തു? വലിഞ്ഞ് കയറുകയാണ്. then found a bowl and took a dive. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു ബൗൾ കണ്ടു. ആ ബൗളിലേക്ക് എന്ത് ചെയ്തു? ഡൈവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നീന്തിയിട്ട് പോവുകയാണ്. No matter where it chose to stay,
അപ്പോൾ എന്താണ്, എവിടെ സ്റ്റേ ചെയ്യണം എന്നത് ഐസ്ക്രീമിന് വിഷയമല്ല. ഇറ്റ് ചേഞ്ച് ഈ ഷേപ്പ് ഇൻ എവറി വേ. അതെന്ത് ചെയ്യുന്നു, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓ വാട്ട് എ ട്രിക്കി ലിറ്റിൽ ട്രിക്ക്. എന്തൊരു ട്രിക്കിയാണ്. ഓൾവേസ് മെൽറ്റിംഗ് ക്വിക്ക് ആൻഡ് ഈറ്റ്. എപ്പോഴും എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്തിരിക്കും അല്ലേ. ശരിയല്ലേ. നമുക്ക് ഐസ്ക്രീം നമുക്ക് ഏത് പാത്രത്തിൽ വെക്കുന്നോ ആ പാത്രത്തിൽ നമുക്ക് അതിന് ഷേപ്പ് ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ പറയണത്, നമുക്ക് വാട്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം തന്നെ എങ്ങനെയാണ്, വാട്ടറിന്റെ രൂപത്തിൽ ലിക്വിഡ് ഫോം എന്ന് വെച്ചാൽ വാട്ടർ മിൽക്കൊക്കെ എന്താണ്, വെള്ളത്തിന്റെ രൂപം, നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ളതെല്ലാം തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ രസകരമായിട്ട് ചെറിയൊരു ഫോമാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.